അനീഷ് അനു വിഷയം അത് ഷാനവാസ് അറിയുകയാണ്. പ്രിയമിത്രമേ, ഞാൻ അറിഞ്ഞില്ലല്ലോ ഇതൊന്നും. അക്ബർ മാത്രം അറിയാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഷാനവാസ് പൊക്കോണ്ടിരിക്കുന്നത്. മിക്കവാറും ചളംകുളം ആക്കുമെന്നൊന്നും അറിയത്തില്ല. പിന്നെ ഇവിടെ അക്ബറിനോട് നമ്മുടെ അനു എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് മറ്റേ ബസ്സിന്റെ വിഷയത്തിൽ എങ്ങനെയൊക്കെയോ സമ്മതിച്ച് കൊടുക്കണില്ല. എന്നാലും ചെറിയൊരു സോറി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ആകെക്കൂടെ ഇന്ന് ജയിൽ നോമിനേഷനിൽ തളർന്ന് വീണിരിക്കുകയാണ് സാബു മാൻ. പിന്നെ ഉള്ളത് ഇത്രയും കൂടെ ഉള്ളൂ. ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, അതും കൂടെ പറയാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ സാബുമാൻ ഇങ്ങനെ പടമായി ഇങ്ങനെ ചെയ്യുകയാണ്. അത് എല്ലാവരും കൂടെ എടുത്തിട്ട് ജയിൽ നോമിനേഷൻ എടുത്തിട്ട് അലക്കി അങ്ങ് ഷാബുമാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണ് ദേഷ്യം വന്നിട്ടാണ് അനുവിൻ്റെ PR-നെയൊക്കെ എടുത്തിട്ട് പറഞ്ഞത്. നിന്റെ PR അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് കേട്ടോ. അങ്ങനെ സാബുമാൻ തളർന്ന് കിടക്കുകയാണ് കസേരയിൽ. അപ്പോൾ അനു കൊണ്ടുപോയിട്ട് നീ സാരമില്ല, നിന്നെ പറഞ്ഞ വേറൊന്നും കൊണ്ട് നീ നാരദൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞ് എല്ലാവരും ആശ്വസിപ്പിച്ചു. അപ്പോൾ സാബുമാൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഇതൊരു തുടക്കമായിട്ട് കാണണം, നിന്നെ എല്ലാവരും ഇപ്പോഴല്ലേ നിന്നെ തിരിച്ചറിഞ്ഞത്, നീ ഫൈറ്റ് ചെയ്യണം. അപ്പം നീവിനൊക്കെ പറഞ്ഞു എനിക്കൊക്കെ എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ സാബുമാൻ ആകെ തളർന്ന് കിടക്കുകയാണ്. ഇത് കഴിഞ്ഞ ശേഷം അനു, മാദിലി, നൂറ ഇവിടെ ഷാനവാസ് ഇക്കയെ കുറിച്ചാണ് പറയണത്. അമ്മായി എന്നൊക്കെ വിളിക്കണം ഷാനവാസിനെ. എന്തൊരു ശല്യം, ഉപ്പില്ലെങ്കിൽ പോലും അതിനെ വലിയ പ്രശ്നമാക്കി മാറ്റൂടി. അത് ശരിയാട്ടോ, ഷാനവാസിൻ്റെ ഇത്ര കാര്യം മതി, ഇത്രയാക്കി മാറ്റും. സോറി. അത് കഴിഞ്ഞിട്ട് നൂറേനെയും സാബുമാനെയും എടുത്തിട്ട് ജയിലിലിടെയാണ് ബിഗ് ബോസ്. അത് കഴിഞ്ഞ് നമ്മുടെ അക്ബറും അനുവും കൂടി സംസാരിക്കുന്നുണ്ടായിരുന്നു. നേരത്തെ അക്ബർ പറഞ്ഞു, ആരെയും ജീവിതത്തിൽ ഒരിക്കലും ആരെയും ഒന്നും അറിയാണ്ട് ആരുടെ മേലെയും ഒരു തരത്തിലുള്ള ഈ അലിഗേഷൻസ് കൊണ്ടിടരുത് കേട്ടോ. അപ്പോൾ ഉടനെ അനു പിന്നെയും അക്ബറിന് വിഷമമായെങ്കിൽ സോറി എന്നൊരു വാക്ക് കഴിഞ്ഞ്. പക്ഷെ അതിലേക്ക് എത്താൻ വേണ്ടി കിടന്ന് ഒന്ന് പിടിച്ച് അടുത്ത പിടിച്ച് അത് പിന്നെ ഞാൻ ആരായാലും അങ്ങനെ പറയാം. അപ്പത്തെ ദേഷ്യത്തിലാണ് അങ്ങനെ പറഞ്ഞത്. ബസ്സിനകത്ത് ഇങ്ങനെ പുറകെ നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ബസ് കുറവാണ്. അപ്പോൾ ബസ്സിനകത്ത് പുറകെ ഇങ്ങനെ ആൾക്കാർ നിൽക്കും. അതൊന്നും എനിക്കറിയണ്ട. നീ എന്നോട് ഞാൻ അറിയാത്ത ആരിനാണ് തള്ളിയത്, ഞാൻ മനസ്സിലാക്കാത്ത മനസ്സിലെ വാച കർമ്മണ അറിയാത്ത കാര്യം നീ എന്നെ കുറിച്ച് പറഞ്ഞ് എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. അത് ലാലേട്ടൻ അത് ആ ആഴ്ചയിൽ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ അനുവിൻ്റെ തെറ്റ് മനസ്സിലായനെ. ഇതിപ്പോൾ ലാലേട്ടൻ അന്നത്തെ ശരിയും തെറ്റോ ഒന്നും പറഞ്ഞിട്ടില്ല. അത് അക്ബറിന് ഒരു വിഷമമുണ്ട്, അനുവിനും അതിൻ്റെ ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അനു അവിടെ കിടന്ന് തപ്പണത്. അത് പിന്നെ ഇങ്ങനെ അതിനെ സത്യം പറഞ്ഞാൽ ശരി അക്ബറിന് വിഷമമായോ, ശരി സോറി, ഞാൻ ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, സോറി, അതേ ഉള്ളൂ. പക്ഷെ അതിലേക്ക് എത്താൻ വേണ്ടി കിടന്ന് ഭയങ്കര പാടുപെടുകയാണ്. അപ്പോൾ അതെന്ന് പറയാം, അത് തെറ്റാണെന്നുള്ളൊരു ബോധം ലാലേട്ടൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അന്ന് ലാലേട്ടൻ അത് പറയണമായിരുന്നു, അനു ചെയ്തത് തെറ്റാണ്, അങ്ങനത്തെ അലിഗേഷൻസ് ദേവി ഇത് അങ്ങനെ ചെയ്യരുത്, അലിഗേഷൻസ് ഒന്നും ഇടാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ അത് കൊടുക്കാത്തത് കാരണമാണ് അത് ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ജനങ്ങളിൽ അത് തെറ്റായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് അനു അവിടെ കിടന്ന് ഇങ്ങനെ ഉരുണ്ട് അവസാനം സോറി എനിക്ക് പിന്നെ ഞാൻ എന്നിട്ട് സോറി പറഞ്ഞിട്ട് പിന്നെയും കിടന്നുണ്ട്. അത് പിന്നെ ബസ്സിനകത്ത് ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്, പല ആൾക്കാരും ബസ്സിൽ ഇങ്ങനെ നിൽക്കും. അതിൻ്റെ ആവശ്യമില്ല, അത് പറഞ്ഞ് വിടുക. ഒരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവാൻ പോണില്ല. പുള്ളിക്കാരൻ്റെ മനസ്സ് വിഷമിച്ചിരിക്കുകയാണ്, സോറി പറഞ്ഞ് അങ്ങ് വിടുക. ഇത് സംഭവം പോയി ആദിലയും ഷാനവാസോടെ ഇരിപ്പുണ്ടായിരുന്നു. എന്തെന്നാണ് അവിടെ നടന്നത്? ഷാനവാസ് അത് പിന്നെ അക്ബറിൻ്റെ ആ വിഷയം. എന്തെന്ന് വിഷയം? അക്ബറിൻ്റെ അടുത്ത് എന്തിനാണ് ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ പോണത്? ഒന്ന് മിണ്ടായിരിക്കുക, എപ്പോൾ നോക്കിയാൽ പഴയ കാര്യം, ഒന്ന് മിണ്ടായിരിക്കുക, പഴയ കാര്യങ്ങളൊക്കെ. എന്നാലും അങ്ങനെയാണ് അനീഷിൻ്റെ വിഷയം. അക്ബർ അറിഞ്ഞെങ്കിൽ ഇത് പ്രശ്നമാണ്. എൻ്റെ പൊന്നിക്ക നിങ്ങളൊന്ന് മിണ്ടായിരിക്കും. എന്തുകൊണ്ടാവും? എൻ്റെ മിത്ര അപ്പോൾ അനീഷേട്ടൻ ഒരുപാട് മാറിയില്ലേ? അതിനുള്ള ക്രെഡിറ്റ് എനിക്കാണ്. അനീഷിനെ കംപ്ലീറ്റ് മാറ്റിയത് ഞാനാണ്. മാറി ഇപ്പോൾ പണിയായി. എന്ത് പണി? അതാണല്ലേ. അങ്ങനെ അനീഷ് ഷാനവാസ് കുറേ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഇതിനുള്ള കാരണം? ഞാൻ കാണുന്നുണ്ട്, അടുത്തടുത്ത കട്ടിൽ കിടന്ന് നോക്കുന്നത് ഞാൻ കണ്ടു. പുള്ളി നീ ഇനിയിപ്പം ഫേമസ് ആയതുകൊണ്ട് പുറത്ത് പോകുന്നതിന് മുന്നേ തന്നെ നിനക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണോ? ഒന്ന് മിണ്ടായിരിക്കും, ഇയാളോട് പറയണ്ടായിരുന്നു അനു. വെറുതെ ആവശ്യമില്ലാതെ വെറുതെ അനാവശ്യത്തിന് ഇയാൾ വെറുതെ വേറെ എന്തെങ്കിലും ആക്കി തീർക്കും. ഇല്ലെന്നേ, എൻ്റെ മിത്രത്തിന് എന്ത് പറ്റി? വെറുതെ ഇറങ്ങാൻ നേരത്തെ ഒരു ലവ് ട്രാക്ക് കളിക്കേണ്ട ആവശ്യമുണ്ടോ? പോയി ചോദിച്ചു നോക്ക്. ഞാൻ ചോദിക്കത്തില്ല, എന്നെ കടിച്ചു കയറാൻ വരും. ഇക്കെടുത്ത് അനീഷിൻ്റെ ലവ് സ്റ്റോറി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നാൽ എന്നോട് പറഞ്ഞ് അനു. പറഞ്ഞാ? അതെപ്പോഴ്? ഇതൊക്കെ നടക്കുന്നുണ്ടായിരുന്നോ? ഞാൻ അറിയാതെ ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അങ്ങനെ എന്തായിരുന്നാലും ഒരു മട്ടൻ ബിരിയാണി, ഒരു താറാവ് ബിരിയാണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പോയിക്കാ ഇറങ്ങി താറാവ് ബിരിയാണി. അതിൻ്റെ ഇടയിൽ കൂടെ മനുഷ്യൻ ഇവിടെ പേടിയ ഞാൻ നെഗറ്റീവ് ആവുമോ ഇക്ക? അനുവിന് നെഗറ്റീവ് ആവും എന്നുള്ള പേടിയുണ്ട് ഈ വിഷയത്തിൽ. അവിടെയാണ് അനീഷ് പൂട്ടിയെന്ന് പറഞ്ഞത്. അനീഷ് അനുവിനെ പൂട്ടിയെന്ന് പറഞ്ഞത് അനുവിന് ടെൻഷനായി, അനു നെഗറ്റീവ് ആവുമോ ഇല്ലയോ എന്നുള്ളത്. മനസ്സിലായില്ലേ? ലാലേട്ടൻ എന്തായാലും ചോദിക്കും, അതിലൊരു ധൈര്യത്തിലാണ് അനു ഇരിക്കുന്നത്. ഇനി അടുത്ത് ജയിലിലേക്ക് ജയിലിൽ നൂറയും സാബും ഉണ്ട്. അവർക്ക് ബ്രെഡ് ഓംലേറ്റും 2 കോളയും
കൊടുത്തു വിട്ട്. അതെല്ലാം നിവിൻ അകത്ത് നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയായിരുന്നു കേട്ടോ, എന്തോ പയറോ എന്തോ അരിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും കഴിച്ചു കേട്ടോ, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു ഈ ബ്രെഡ് ഓംലേറ്റും കോളയൊക്കെ. അവസാനം നിവിന് കൊടുക്കണ്ടേന്ന് അനീഷ് ചോദിക്കുക. അനീഷ് മാത്രമാണ് അത് ചോദിച്ചത്. അപ്പോൾ അവസാനം ആ കുപ്പിക്കകത്ത് ശകലം ഇത്രയും അവന് കൊടുത്താൽ മതി, ആ നിവിൻ അവിടെ ഇല്ലല്ല, സമാധാനം കഴിച്ച് തീർക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവരിന്ന് കഴിച്ചിട്ട് ആ കുപ്പിയുടെ അറ്റത്ത് കുറച്ച് കോള എടുത്ത് നിവിന് കൊടുത്തു വിട്ടെ. അത് നിവിൻ കഴിച്ച് സായൂജി അടഞ്ഞു. തൊട്ടടുത്ത് സ്റ്റോർ റൂമിൽ ബെല്ല് കേട്ടെ, നോക്കുമ്പോഴത്തേക്കും നിവിനെയാണല്ലോ ഇവർ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് തിരഞ്ഞെടുത്തത്. നിവിന് മട്ടൻ ബിരിയാണിയോ ചിക്കൻ ബിരിയാണിയോ എന്തോ കൊടുത്തു വിട്ട്. നിവിൻ എന്ത് ചെയ്തു, അതെ നിവിനെ നമുക്ക് പുറത്ത് പോയിരുന്ന് കഴിക്കാം, ഗാർഡൻ ഏരിയയിൽ കൊണ്ടുവന്ന് ആ ബിരിയാണി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു. അത് ഇന്ന് മിക്കവാറും എപ്പിസോഡിൽ കാണിക്കും. മനസ്സിലായില്ലേ? അത് രണ്ട് രീതിയിൽ കാണിക്കുക. അതായത് ഒരാൾക്ക് കിട്ടിയപ്പോൾ ഇങ്ങനെ, അടുത്ത മറ്റുള്ളവർക്ക് കിട്ടിയപ്പോൾ ഇങ്ങനെ, നിവിന് കിട്ടിയപ്പോൾ ഇങ്ങനെ എന്നുള്ള രീതിയിൽ അത് മിക്കവാറും കാണിക്കാൻ ചാൻസ് ഉണ്ട്. എല്ലാം ഷെയർ ചെയ്ത് എല്ലാവരും വായും തുറന്ന് ഇങ്ങനെ നിവിന് ഓരോ കഷ്ണങ്ങളെടുത്ത് ബിരിയാണിയും ചിക്കൻ കഷ്ണവും മുട്ട ഇതൊക്കെ വെച്ച് എല്ലാവർക്കും വായിൽ വെച്ച് കൊടുത്തു, അവിടെയുള്ള എല്ലാവർക്കും. എന്നിട്ടാണ് നിവിൻ കഴിച്ചത്. അപ്പോൾ അത് ഇന്ന് നിവിന് നല്ലൊരു മാറ്റമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇങ്ങനെ പോയാൽ നല്ലത് നിവിനെ. അത് നല്ലൊരു ബിഗ് ബോസിൽ നിന്ന് നല്ലൊരു എക്സിറ്റ് കിട്ടി, നല്ല രീതിയിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങട്ടെ. അതെ, അതുപോലെ തന്നെ ഓക്കെ. ഇനി മാറാതിരുന്നാൽ മതി, അടുത്ത ആഴ്ച വല്ല ക്യാപ്റ്റനുമായിട്ട് ഇനി ഓവറായിട്ട് ചളമാക്കാതിരുന്നാൽ മതി. ഈ രീതിയിൽ തന്നെ നിവിൻ പോട്ടെ. അപ്പോൾ എന്തായിരുന്നാലും അങ്ങനെ പോയി. അപ്പോൾ ഇത്രയാണ് നടന്നത്. ഇനി ഇപ്പോൾ നിവിൻ പറയും, അതൊരു പ്രൊമോ വന്നായിരുന്നു, ഈ വീട്ടിൽ ആദ്യമായിട്ട് പൊറോട്ട, മലയാളം സീസണുകളിൽ ഞാനാണ് ആദ്യം പൊറോട്ട ഉണ്ടാക്കിയത്, ഞാനാണ് ആദ്യം എപ്പോഴാണ് പൊറോട്ട ഉണ്ടാക്കിയത്, പിന്നെ പൊറോട്ട അല്ലാതെ വേറെ എന്തൊക്കെയോ ഉണ്ടാക്കിയല്ലോ, പുട്ടുണ്ടാക്കിയത്, പിന്നെ അത് കഴിഞ്ഞ് ആരാണ് പപ്പടം പോലെ വീർത്തത്, അത് ഞാനാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളത്, വേറെ ഒന്നും ഇല്ലടാ, കണ്ടന്റ് ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് നോക്കാം, നാളത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അധികമൊന്നും ഉണ്ടാവില്ല, മെയിൻ വിഷയം ഈ അനീഷിൻ്റെ വിഷയമായിരിക്കും മിക്കവാറും, അതായിരിക്കും കത്താൻ പോണത് നാളെ. അത് കഴിഞ്ഞിട്ട് മിക്കവാറും ഈ അനീഷിൻ്റെ വിഷയം ലാലേട്ടൻ തിടും, അതിനകത്ത് എല്ലാവരും കയറി ഇടപെടും, അക്ബറും നിവിനും ഒക്കെ കയറി ഇടപെടും. ആ സമയത്ത് അനീഷ് അടുത്ത ആഴ്ച, എനിക്ക് തോന്നുന്നു ഗ്രാൻഡ് ഫിനാലെ വരെ ഈ സീസണിൽ ഗെയിം നടക്കും കേട്ടോ, ഗ്രാൻഡ് ഫിനാലെ വരെ ഗെയിം നടക്കുന്ന സീസൺ ആയിരിക്കും ഇത്. എന്തായാലും എല്ലാവരും കൂടെ ഒത്തുകൂടിയും സംസാരിച്ചും കളിച്ചിരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. ആ ഒരു ഫിനാലെ വൈബൊക്കെ വന്നു തുടങ്ങി വീട്ടിനകത്ത് കേട്ടോ, ആ സ്നേഹവും ആ ഇഷ്ടവും ഒക്കെ വന്നു തുടങ്ങി അവരിലേക്ക്. ഷാനവാസം ഒന്ന് വാഴത്തിരുന്ന ആ പകുതിയും പഴത്തേക്ക് വരും, കാര്യം പഴയ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരിക. അത് പിന്നെ എന്തിനാണ് അക്ബർ എന്നും പറഞ്ഞുകൊണ്ട് അതൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ കുറച്ചും കൂടെ രസം ഉണ്ടാവും കാണാൻ. ഇനി റീ എൻട്രിയിൽ ഇടിയും ബഹളവും ആയിരിക്കുമെന്ന് അത് കണ്ടറിയാം. പഴയ ആൾക്കാർ വരുന്നുണ്ടല്ലോ, അതിന് ഇനി അടിയും പഴക്കവും ഉണ്ടാവുമെന്ന്. എന്തായാലും ഈ സീസൺ എൻ്റെ പൊന്നോ PR-കളുടെയും എല്ലാം ഒരു സീസണാണ് എൻ്റെ പൊന്നോ, സഹിക്കാൻ കഴിയണില്ല. അടുത്ത വീഡിയോ ആയിട്ട് വരാം, അതുവരേക്കും ബായ്.